ഹലോ ഗൈസ്, ഇന്ന് 1.5 കിലോ അയില 100 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് അയില എടുത്തിട്ട് അയില മപ്പാസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അയില വറക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും നാരങ്ങാനീരും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ അയില ഫുള്ളായിട്ടുള്ള അയിലയാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് അത് വരഞ്ഞിട്ട് അത് നമ്മൾ സാധാരണ വറക്കുന്നത് പോലെ തന്നെ മസാലയൊക്കെ പുരട്ടി ഒരു 5-10 മിനിറ്റ് നേരം വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പുറം ഇപ്പുറം നല്ലതുപോലെ ഒരുപാടങ്ങ് മുരിയണ്ട, എങ്കിലും ആവശ്യത്തിന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 സെറ്റായിട്ടാണ് കേട്ടോ അയില വറുത്ത് മാറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വരട്ടിയെടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങ തിരിങ്ങി അതിൻ്റെ 1-ാം പാലും 2-ാം പാലും അരച്ചെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ നമ്മൾ എടുത്ത ആ മസാലയിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചച്ചുവ മാറുമ്പോഴത്തേക്കും തേങ്ങയുടെ 2-ാം പാല് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. നല്ലതുപോലെ തിളയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അയില എല്ലാം കൂടി അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അധികം ഇളക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ ഏറ്റവും അവസാനമാണ് തേങ്ങയുടെ 1-ാം പാല് ചേർക്കുന്നത്. പിന്നെ കുറച്ച് നാരങ്ങ നീരുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അയില മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ടാറ്റാ.